ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു പുൽക്കൂട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വടിക്കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂടിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള വടിക്കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ പുൽക്കൂടാണ് ഉണ്ടാക്കുന്നുള്ളതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. എന്തായാലും ഞാൻ ഇതുപോലെ 4 കഷ്ണം വടിയെടുത്ത് അവ ആണി ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച്, പുൽക്കൂടിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള 2 വടിക്കഷ്ണങ്ങൾ കൂടി അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് ആണി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ആ ബാക്ക് സൈഡിൽ കൂടി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെയും 2 വടിക്കഷ്ണങ്ങൾ വെച്ച് ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ 2 വടിക്കഷ്ണങ്ങൾ വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഇതുപോലെ 3 വടിക്കഷ്ണങ്ങൾ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നടുക്കുള്ളത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇവയും നമുക്കൊന്ന് ആണി അടിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് വളരെ നേരിയ വടിക്കഷ്ണങ്ങൾ എടുത്തതാണ് ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം എ പോലെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് സപ്പോർട്ടിനൊക്കെ ആയിട്ട് 2-3 വടിക്കഷ്ണങ്ങൾ കൂടി അധികം വെച്ചിട്ടുണ്ട്, വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കയറുകൊണ്ട് കെട്ടുന്നതിന് പകരം ഞാനിവിടെ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവ പരസ്പരം ബന്ധിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. ഇൻസുലേഷൻ ടാപ്പ് ആകുമ്പോൾ നമുക്ക് നല്ല ഉറപ്പിൽ നിൽക്കുകയും ചെയ്യും, അതേപോലെ അത് കെട്ടാൻ എളുപ്പവുമാണ്. അടുത്തതായിട്ട് ആ ഗ്യാപ്പൊക്കെ നമ്മൾ നേരിയ, അതായത് കനം കുറഞ്ഞിട്ടുള്ള വടിക്കഷ്ണങ്ങൾ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് മുഴുവനും കെട്ടിയിട്ടുള്ളത്. അതായത് കയറുകൊണ്ട് കെട്ടുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതേപോലെ കുറച്ച് ടൈറ്റിലൊക്കെ കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻസുലേഷൻ ടാപ്പ് ആകുമ്പോൾ അവിടെ കണ്ടോ ഇതുപോലെ നല്ല ഉറപ്പിൽ അവിടെ നിൽക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ അത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുൽക്കൂടിൻ്റെ അവസ്ഥയുള്ളത്. അടുത്തതായിട്ട് അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്തൊക്കെ ഇതുപോലെ കുറച്ച് വടി വെച്ച് അതും ഒന്ന് ആണിയടിച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ എവിടെയെങ്കിലും എടുത്തു കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ താഴെ വീഴാതെ പോകാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പുൽക്കൂടുള്ളത്. അപ്പോൾ താഴെയും ആണിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ആ ഒരു തൊഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ 3 ഭാഗത്തും ഇതുപോലെ വടി വെച്ച് ആണിയടിച്ച് കൊടുക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുല്ലുകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നെല്ലിൻ്റെയൊക്കെ ഉണങ്ങിയ പുല്ലുണ്ടാവുമല്ലോ, വൈക്കോലുകളൊക്കെ ഇടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ നേരിയ പുല്ലുകളൊക്കെ, ഉണങ്ങിയ പുല്ലുകളൊക്കെ ഇടുന്നതായിരിക്കും കാണാൻ കുറച്ചുകൂടി ഭംഗി എന്ന് പറയുന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ചീകി ഒതുക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ കാണുമ്പോൾ, അതായത് അതുപോലെ നല്ല ഒതുങ്ങി നിൽക്കുന്ന പുല്ലുകളാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു പുല്ലൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് അമർത്തി കൊടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ പുല്ലുകളൊക്കെ വലിച്ചു വാരി ഇട്ട പോലെ ഉണ്ട്. അപ്പോൾ ആ ബാക്കി വരുന്ന പുല്ലുകളൊക്കെ ഇതുപോലെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു വടിയെടുത്ത് ആ പുല്ല് താഴോട്ടേക്ക് നിരങ്ങി വീഴാതിരിക്കാൻ വേണ്ടി ഒരു വടിയെടുത്ത് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ അവസ്ഥയുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ അകത്തുകൂടി പുല്ലുകളിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പുല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ 3 ഭാഗവും നമുക്കിതുപോലെ കാർഡ്ബോർഡോ മറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാർഡ്ബോർഡ് വെച്ചിരുന്നു, പിന്നീട് നോക്കുമ്പോൾ ആ കാർഡ്ബോർഡ് ഒരു ഭംഗിയില്ല എന്ന് തോന്നിയതുകൊണ്ട് അവസാനം ആ ഒരു സംഭവം എടുത്ത് മാറ്റിയതായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് ആ മുറിച്ച ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തിട്ട് ആ ഒരു തൊഴുത്തിൻ്റെ ആ ഒരു രീതി കിട്ടുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഇങ്ങനെയുള്ള സ്റ്റാറും അതേപോലെ ആ ബോൾസൊക്കെ ഉപയോഗിച്ച് ഈ ഒരു പുൽക്കൂടിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അതേപോലെ അതിൻ്റെ അകത്ത് വെക്കുന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വെക്കാം. പിന്നീട് ലൈറ്റൊക്കെ അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുൽക്കൂട് റെഡിയാവും. ഇത് പകൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി കാണാൻ ഭംഗി എന്ന് പറയുന്നത് രാത്രിക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പുൽക്കൂടിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടുനോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, അതേപോലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.